കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ 9 വർഷങ്ങളാണ് കടന്നുപോയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 1-2 സർക്കാരുകളുടെ ഈ നേട്ടത്തിന് ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതും ധനകാര്യ വകുപ്പ് നേതൃത്വം നൽകുന്നതുമായ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡാണ്. 35,000 കോടി രൂപയാണ് കേരള വികസനത്തിനായി കിഫ്ബിയിലൂടെ ഇതുവരെ ചെലവഴിച്ചതെന്നത് ചെറിയ കാര്യമല്ല. 25 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ കിഫ്ബി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചത് കഴിഞ്ഞ 9 വർഷക്കാലമാണെന്നത് ഏറെ പ്രസക്തമാണ്. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. 1-2 LDF ഗവൺമെൻറ്റുകൾ, പിണറായി സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനം കേരളത്തിൽ ഇന്നുവരെ ഉള്ളതിനേക്കാളും ഏറ്റവും അധികമാണ്. വളരെ പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള അതിവേഗത്തിലുള്ള വികസനമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ റോഡുകളുടെ നിലവാരം, ആശുപത്രികളുടെ നിലവാരം, സ്കൂളുകളുടെ നിലവാരം, സർവകലാശാലകളുടെ നിലവാരം, നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളുടെയും നിലവാരം, ആധുനിക ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും ഒക്കെ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ നടത്താൻ കഴിഞ്ഞൊരു കാലമാണിത്. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത് കിഫ്ബി എന്ന ഏജൻസിയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ആ ഫണ്ട് ബോർഡ് വഴി പണം ശേഖരിച്ച് ദീർഘകാലത്തേക്കുള്ള നിക്ഷേപ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കിഫ്ബി 25 വർഷം പൂർത്തീകരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ 25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടന്നത് കഴിഞ്ഞ 9 വർഷക്കാലമാണ് എന്ന് നമുക്ക് കാണാം. കിഫ്ബി സംസ്ഥാന ബജറ്റിന്റെ പുറത്തുനിന്നും വരുമാനം കണ്ടെത്തി ആദ്യഘട്ടത്തിൽ സംസ്ഥാന ബജറ്റിൽ നിന്ന് കൊടുക്കുന്ന പണവും അതോടൊപ്പം തന്നെ കടം വഴിയെടുക്കുന്ന പണവും ഉപയോഗിച്ചുകൊണ്ട് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. തിരിച്ചടയ്ക്കാനുള്ളതിനെ ദീർഘകാലം കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന പദ്ധതി എന്ന നിലയിൽ കണ്ടതുകൊണ്ട് തന്നെ സംസ്ഥാന ബജറ്റിനകത്ത് കാണുന്നതിലധികം ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന കാഴ്ചപ്പാടിലാണ് കിഫ്ബി പ്രവർത്തനം. ഒരു വൻ തുക ലോൺ എടുത്ത് വീട് വെച്ച ശേഷം ദീർഘകാലം കൊണ്ട് അത് അടച്ചു തീർക്കുക എന്നതിന് സമാനമാണ് കിഫ്ബി വായ്പകളുമെന്ന് പറയാം. കിഫ്ബിയുടെ ആശയം ഒരു ദീർഘകാലത്തേക്ക് ചെയ്യേണ്ട ഒരു വികസന കാര്യങ്ങൾക്ക് സാധാരണഗതിയിൽ ഗവൺമെൻറ് ചെയ്യുമ്പോൾ മുറിച്ച് മാത്രമേ ഫണ്ട് ചിലവാക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വർഷം ബഡ്ജറ്റിനകത്ത് 2,000 കോടി വെക്കുന്നു, അടുത്ത വർഷം 1,000 കോടി വെക്കുന്നു, അതിനടുത്ത വർഷം വെക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയ പദ്ധതി നടപ്പിലാവണമെങ്കിൽ 10 വർഷമോ 15 വർഷമോ വേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് വളരെ കൂടും, ക്വാളിറ്റിയിലും ബാധിക്കും. അതിന് പകരം നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നൊരു ബുദ്ധിയുണ്ട്. നമ്മൾ വീട് വെക്കുമ്പോൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് ഒരു 30 ലക്ഷം രൂപയോ 50 ലക്ഷം രൂപയോ ലോൺ എടുക്കുക ഓരോരുത്തരുടെ വരുമാനം അനുസരിച്ച്. ആ വീട് പണിയും ഒരു 15 വർഷം കൊണ്ട് ഈ ലോൺ അടച്ചു തീർക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ മേടിച്ച് വെക്കുന്ന വീടിന് 30 ലക്ഷം രൂപയാണ് മുടക്കിയെങ്കിൽ അതിൻ്റെ വില നല്ലതുപോലെ വർദ്ധിക്കും. ഈ സമയം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കുന്നതിന് ബാധ്യത പറയും. ഇതാണ് പൊതുവിൽ നമ്മളൊക്കെ സ്വന്തം വീട് വെക്കുമ്പോൾ പോലും ചെയ്യുന്നൊരു മാതൃക. അതേപോലെ സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു വലിയ പദ്ധതി വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് വിഴിഞ്ഞ പദ്ധതിക്ക് തുക മുടക്കേണ്ടത് 3,000 കോടിയോ 5,000 കോടിയാണെങ്കിൽ അത് 15 വർഷം കൊണ്ട് തുക മുടക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഒരുമിച്ച് ആ തുക മുടക്കണം. ഇതേപോലെ നാഷണൽ ഹൈവേക്ക് പണം മുടക്കണം, ആശുപത്രികൾക്ക് പണം മുടക്കണം. ഇങ്ങനെ ഓരോ മേഖലയിലും അടിസ്ഥാനപരമായ വികസനത്തിന് ആദ്യം പണം മുടക്കി ദീർഘകാലം കൊണ്ട് അത് തിരിച്ചടയ്ക്കുക എന്നുള്ള മോഡലാണ് കിഫ്ബിയുടെ മോഡൽ. ആ മോഡൽ തുടങ്ങിയ സമയത്ത് ബഡ്ജറ്റിന് പുറത്തായിരുന്നു. ആ പണം കണ്ടെത്തി കടമെടുത്ത് ചെയ്യാനായിരുന്നു ആലോചിച്ചതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് കാരണം കിഫ്ബിയുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയും അത് സംസ്ഥാന ഗവൺമെൻറ് കടത്തിൻ്റെ അകത്ത് വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു വർഷം അധികമായി 12,000 കോടി രൂപ പലതരത്തിലും ഇതിൻ്റെ പേരിൽ സംസ്ഥാന ഗവൺമെൻറ് ഖജനാവിൻ്റെ മുകളിലേക്ക് പ്രഷർ വന്നു. എന്നാലും ഈ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കേരളത്തിൽ വലിയ
സൗകര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് കിഫ്ബിയെ തകർക്കാൻ സമ്മതിക്കുന്നില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് അതിനെ സഹായിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും തീരദേശ കനാലും ഏറ്റവും വലിയ വികസന പ്രവർത്തനമായി നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് കുതിപ്പേകിയ കിഫ്ബി സ്കൂളുകളിലും ആശുപത്രികളിലും അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ കിഫ്ബി വഴി നിക്ഷേപമെത്തി. പുതിയ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ക്ലാസ് മുറികളും ലാബുകളും ഉണ്ടാക്കി. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബി വഹിച്ച പങ്ക് വലുതാണ്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കെട്ടിടങ്ങൾ, ഹോസ്റ്റലുകൾ, പുതിയ സയൻസ് ലാബുകൾ, സയൻസ് പാർക്ക്, റിസർച്ച് സെന്റർ, ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. വായ്പയെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ അവകാശത്തെ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയും പെൻഷൻ നൽകാൻ രൂപീകരിച്ച കമ്പനിയുടെ വായ്പയും കിഫ്ബി വായ്പയും സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ പെടുത്തുകയും ചെയ്തതോടെ സംസ്ഥാന ഖജനാവിനുമേൽ 12,000 കോടി രൂപയുടെ സമ്മർദ്ദം വന്നു. എന്നാൽ കിഫ്ബി പദ്ധതികൾ വൻ വികസന കുതിപ്പേകുന്നതുകൊണ്ട് തന്നെയാണ് കിഫ്ബിയെ തകരാൻ അനുവദിക്കാതെ സംസ്ഥാന സർക്കാർ ചേർത്തുപിടിക്കുന്നത്. കിഫ്ബിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് പുറകോട്ടു പോകുവാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനോ വികസന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനോ ഇടയാക്കാതെ മുന്നോട്ടു പോകുന്നതുകൊണ്ട് തന്നെ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീളുന്ന ദേശീയപാത ഇന്നിപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറശാല മുതൽ തിരുവനന്തപുരത്തു നിന്ന് നീണ്ട് അങ്ങ് കാസർഗോഡ് വരെയും പോകുന്ന ദേശീയപാതകൾ പൂർത്തീകരണത്തിന്റെ പാതയിലേക്ക് എത്തിയതിനു പിന്നിൽ ഭൂമി ഏറ്റെടുക്കലിന് കിഫ്ബി വഴി കേന്ദ്രത്തിന് നൽകിയ 6,000 കോടി രൂപയാണ്. ഇതുകൂടാതെ തീരദേശ മലയോര ഹൈവേകൾ, അതിവേഗ ജലപാതകൾ തുടങ്ങി ഗതാഗത മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പിന്നിലെ നെടും തൂൺ കിഫ്ബി തന്നെയാണ്. കിഫ്ബിയുടെ ഭാഗമായി കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ നോക്കിയാൽ മതി കിഫ്ബിയുടെ ആശയം അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസന കാര്യങ്ങളോടുള്ള സമീപനം വ്യക്തമാക്കാൻ. പാറശാല മുതൽ തിരുവനന്തപുരത്ത് നിന്ന് നീണ്ട് അങ്ങ് കാസർഗോഡ് വരെ പോകുന്ന നമ്മുടെ നാഷണൽ ഹൈവേ അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഭൂമി എടുക്കാൻ വേണ്ടി മാത്രം 6,000 കോടി രൂപയാണ് കേരള ഗവൺമെൻറ് നൽകേണ്ടി വന്നത്. മറ്റൊരു സംസ്ഥാനത്തിനും നാഷണൽ ഹൈവേക്ക് ഭൂമി എടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണെന്നും പണം നൽകിയില്ലെങ്കിൽ ഈ നാഷണൽ ഹൈവേ പണിയില്ല എന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി
നമുക്ക് ആ പണം കൊടുക്കേണ്ടി വന്നു. എന്തായാലും 6000 കോടി രൂപ കിഫ്ബി വഴി നമ്മൾ സഹായിച്ചതുകൊണ്ടാണ്, സംസ്ഥാന ഗവൺമെൻറ് നൽകിയത് കൊണ്ടാണ് നാഷണൽ ഹൈവേ ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. 8 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ പറ്റുന്ന തരത്തിലേക്ക് അന്തർദേശീയ തലത്തിൽ തന്നെ നിലവാരമുള്ള നാഷണൽ ഹൈവേ പൂർത്തീകരിക്കുന്നതിന് കിഫ്ബി നൽകിയ ഫണ്ട് അതിൻ്റെ പ്രവർത്തനം ഒരു ഉദാഹരണമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ ഏകദേശം പൂർത്തീകരിച്ചു. വളരെ വേഗത്തിൽ മലയോര പ്രദേശങ്ങളെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന റോഡ്. നമ്മുടെ തീരദേശത്ത് നമുക്ക് വളരെ വലിയ സൗകര്യങ്ങളുള്ള ഒരു റോഡ് പുതുതായി വരുന്നു. അതുമാത്രമല്ല, കേരളത്തിന് ജലയാത്രാ സൗകര്യങ്ങൾ സമ്പന്നമായിട്ടുണ്ട്. കടലുണ്ട്, നമുക്ക് നല്ല കായലുണ്ട്, കനാലുകളുണ്ട്. ഇത് വേണ്ടത്ര സൗകര്യമില്ലാതെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ പലയിടത്തും പൂർത്തീകരിക്കാനുണ്ട്. വളരെ പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് മുതൽ ഉണ്ടായിരുന്ന കനാലുകളാണ്. അതിനെ വൃത്തിയാക്കി അതിവേഗം ജലഗതാഗതം പറ്റുന്ന തരത്തിലേക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തീരദേശ കനാലുകളുടെ വികസനവും ഈ സമയത്ത് നടക്കുന്നു. അതിന് കിഫ്ബിയാണ് പ്രധാനപ്പെട്ട ഫണ്ടിങ് നടക്കുന്ന ഏജൻസി. ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ യാത്രാ സൗകര്യം വളരെ പ്രധാനമാണ്. നമ്മുടെ ചെറു റോഡുകൾ, ജില്ലാ റോഡുകളൊക്കെ വികസിപ്പിക്കുന്നതിന് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്, പാലങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ പോകുന്ന മെഡിക്കൽ കോളേജ് മുതൽ താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള ആശുപത്രികൾ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ പലതും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് പൊതുവിദ്യാലയങ്ങളാണ് അടിസ്ഥാന സൗകര്യത്തിലടക്കം അത്യാധുനിക രീതിയിൽ പുതുക്കി പണിതിരിക്കുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം കിഫ്ബി വഴിയുള്ള നിക്ഷേപമാണെന്നതാണ് സുപ്രധാന വസ്തുത. നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ എല്ലാം നിലവാരം വളരെ ഉയർന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ഏറ്റവും നല്ല കെട്ടിടങ്ങൾ മിക്ക സ്ഥലത്തും കിഫ്ബി വഴി നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ. സ്കൂളുകളുടെ കാര്യത്തിൽ ആയിരക്കണക്കിന് സ്കൂളുകളാണ് ഏറ്റവും ആധുനിക സൗകര്യത്തോടുകൂടി ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടാതെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലയിൽ ഹോസ്റ്റലുകൾ, റിസർച്ച് സെൻ്ററുകൾ, അങ്ങനെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സർവകലാശാലകൾ, ഹോസ്റ്റലുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബിയുടെ വികസന മുദ്ര പതിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ, ഗവേഷണ മേഖലയിൽ വലിയ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സയൻസ് പാർക്കുകൾ, ആധുനിക സയൻസ് പാർക്കുകൾ, അത് 100-200 കോടിയാണ് അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നത് ഒരു സയൻസ് പാർക്കിന്. ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് സയൻസ് പാർക്കുകൾ കണ്ണൂരും കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ട് 3 സയൻസ് പാർക്ക് വരുന്നുണ്ട്. ഇതുപോലെ ഏറ്റവും ആധുനികമായ ഗവേഷണം നടത്താൻ, ഉൽപ്പാദനത്തിലേക്ക് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഗവേഷണം നടക്കുന്നു. ലോകത്തെ ആകെ ചലിപ്പിക്കാൻ കഴിയുന്ന ആശയങ്ങളുള്ള ഏറ്റവും നല്ല പുതിയ തലമുറ നമുക്കുള്ളതുകൊണ്ട് തന്നെ വിജ്ഞാന വ്യവസായത്തിൽ കേരളത്തിന് ഏറെ സാധ്യതയുണ്ട്. എന്നാൽ അവയ്ക്ക് ഉത്തേജനമേകുന്ന വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾക്ക് കൂടുതൽ മൂലധന നിക്ഷേപം അനിവാര്യമാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലാകെ വലിയ വികസനമുണ്ടാക്കാവുന്ന ഇക്കണോമിക് എഞ്ചിനായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. തുറമുഖത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമ്പദ്വ്യവസ്ഥയെ കൂടുതലായി ഉപയോഗിക്കാൻ അതിനനുസൃതമായ പദ്ധതികൾ ഉണ്ടാകണം. അവിടെയാണ് കിഫ്ബി വീണ്ടും പ്രസക്തമാകുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ഇടനാഴിക്ക് കിഫ്ബി വഴി 1000 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഉദാഹരണം മാത്രം. എറണാകുളത്ത് നിന്ന് പാലക്കാട്, കോയമ്പത്തൂർ വഴി ബംഗളൂരുവിലേക്കുള്ള വ്യവസായ ഇടനാഴി, കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി മംഗലാപുരത്തേക്ക് നീളുന്ന പദ്ധതി എന്നിവയെല്ലാം വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൂടുതൽ കരുത്തുള്ളതാക്കും.
കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കണ്ടെയ്നറുകൾ എത്തിക്കാനാകും. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഈ അനുകൂല ഘടകമില്ലെന്നതാണ് ഏറ്റവും പ്രസക്തം. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, കണ്ണൂരിൽ നിന്ന് നമ്മുടെ കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി മംഗലാപുരത്തേക്ക് പോകുന്ന വ്യവസായ ഇടനാഴി തുടങ്ങിയത് പ്രവർത്തനം ആരംഭിച്ചു. 1500-ലധികം ഏക്കർ സ്ഥലം പാലക്കാട് ഇടനാഴിയിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു വികസനത്തിനായി. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വന്നതോടുകൂടി വലിയ കുതിച്ചുചാട്ടമാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്, കേരളത്തിനാകെ ഉണ്ടാകുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി കപ്പലുകൾ എടുക്കുമ്പോൾ ധാരാളം ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഉണ്ടാവണം. ആ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിന് സ്ഥലം വേണം, വ്യവസായ പാർക്കുകൾ വേണം. ഇതിന് വികസിപ്പിക്കുന്നതിനായിട്ട് കിഫ്ബി വഴി മാത്രം 1000 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പുനലൂർ ഒരു വ്യവസായ ത്രികോണം, വികസന ത്രികോണം എന്ന നിലയിലേക്ക് ആ പണം മാറ്റിവെച്ച് അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് കിഫ്ബിയാണ്. കേരളത്തിൽ വലിയ വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ കിഫ്ബിക്ക് കഴിയില്ലെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ പദ്ധതികൾ. സംസ്ഥാനത്തിന്റെ വികസനത്തിന് അടിത്തറയൊരുക്കുന്ന കിഫ്ബിയുടെ കരുത്തിൽ തന്നെയാകും കേരളത്തിന്റെ മുന്നോട്ടുള്ള വികസനമെന്നതിൽ സംശയമില്ല. മാതൃവകുപ്പ് ധനവകുപ്പാണെങ്കിലും മറ്റെല്ലാ വകുപ്പുകളുടെയും വികസന പദ്ധതികൾ ചെന്നെത്തുന്നത് കിഫ്ബിയുടെ ഫണ്ടിലാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് കിഫ്ബിയുടെ ഈ പ്രവർത്തനങ്ങളാകെ നടക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കുന്നതിനും നമ്മുടെ പഴയ തലമുറയും പുതിയ തലമുറയും ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനും വലിയ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കും. പ്രത്യേകിച്ചും ലോകത്ത് നിന്ന്, ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പുറത്തേക്കല്ല, പുറത്തുനിന്ന് കേരളത്തിലേക്ക് ടൂറിസവും വ്യവസായവും ആശുപത്രി സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ആധുനിക ഗവേഷണ സൗകര്യങ്ങളും എല്ലാം ഉള്ളൊരു നാടായി, അടിസ്ഥാന സൗകര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു നാടായി കേരളത്തെ മാറ്റുന്നതിന് വലിയ പങ്ക് വഹിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തോതിൽ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നത് കിഫ്ബി വഴിയാണ്. മണ്ഡലഭേദമില്ലാതെ കേരളം കിഫ്ബിയുടെ പിൻബലത്തിൽ വികസന കുതിപ്പ് നടത്തുകയാണ്. നാട്ടിൻപുറങ്ങളിൽ പോലും IT പാർക്കുകൾ വിഭാവനം ചെയ്ത് നടപ്പാക്കാൻ LDF സർക്കാരിന് ധൈര്യമേകുന്നത് കിഫ്ബിയാണ്. സംസ്ഥാനത്തെ ഗതാഗതം, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം തുടങ്ങി സകല മേഖലകളിലെയും സമഗ്ര വികസനം കഴിഞ്ഞ 25 വർഷത്തെ കിഫ്ബിയുടെ സേവന ചരിത്രത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. അതുകൊണ്ടുതന്നെ ഈ കരുത്തുകൂടി ഉൾക്കൊണ്ട് കിഫ്ബി സ്വന്തം വഴിയിൽ നമ്മുടെ സംസ്ഥാനത്തിനായി വികസന കുതിപ്പ് തുടരുക തന്നെ ചെയ്യും. ഓരോ മണ്ഡലങ്ങളെടുത്താലും കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയായാലും കൊല്ലം ജില്ലയായാലും ഓരോ ജില്ലയെടുത്താലും തിരുവനന്തപുരം ജില്ലയായാലും ആലപ്പുഴ ജില്ലയായാലും കണ്ണൂരെടുത്താലും എല്ലാ സ്ഥലത്തും ഓരോ മണ്ഡലങ്ങളിലും നിരവധി പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. നാട്ടുമ്പുറത്ത് IT പാർക്ക് വരിക, ഇപ്പോൾ കൊട്ടാരക്കരയിൽ IT പാർക്ക് വരുന്നു, വലിയ സർവ്വദേശീയമായൊരു കമ്പനി അവിടെ പാർക്ക് തുടങ്ങുന്നു. കൊല്ലത്ത് കോർപ്പറേഷൻ്റെ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പുതിയ IT പാർക്ക് വരുന്നു. ഇങ്ങനെ പുതിയ മോഡലുകൾ നമ്മുടെ പൊതുമേഖലയിലെ സ്ഥലം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള മോഡലുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് 100, 300, 200 കോടിയൊക്കെ മുടക്കി ബൈപ്പാസുകൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് സാധാരണ വിചാരിച്ചിരുന്നല്ല മുമ്പ്. എന്നാൽ MC റോഡിൽ ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങളിൽ, അത് കൊട്ടാരക്കരയിൽ ബൈപ്പാസ് ഇപ്പോൾ വരുന്നുണ്ട്, വെഞ്ഞാറമൂടിൽ പുതിയ ബൈപ്പാസ് വരുന്നു. ഇങ്ങനെ ബൈപ്പാസുകൾ വരുന്നതിന് ഓരോ പ്രദേശത്തും ധാരാളം പണം മുടക്കുവാൻ ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് വലിയ വികസന പരിപാടികളാണ് കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കും കേരളത്തിൻ്റെ ഭാവിക്കും വളരെ സഹായകരമായ പ്രവർത്തനമാണ്. 25 വർഷം പൂർത്തീകരിക്കുന്ന കിഫ്ബിക്ക് ഈ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്.